നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ പാസ്വേഡുകൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വേണ്ടി നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിന് വേണ്ടി, അതായത് ഗൂഗിൾ അക്കൗണ്ടിന് വേണ്ടി നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാറുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പാസ്വേഡുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ആപ്പുകൾക്ക് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ പാസ്വേഡുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ആ പാസ്വേഡ് മറന്നു പോകും. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മറ്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ പാസ്വേഡുകളാകുമ്പോൾ നമുക്ക് മറന്നു പോകും. ഈ മറന്നു പോകുന്ന പാസ്വേഡുകൾ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ഫോണിനകത്ത് തന്നെയുണ്ട്. അധികം ആളുകൾക്കും അറിയാത്ത ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ്വേഡുകൾ തിരിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അധികം ആളുകൾ പാസ്വേഡ് മറക്കുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിലൂടെയാണ് നമുക്ക് പാസ്വേഡുകൾ, നഷ്ടപ്പെട്ട പാസ്വേഡ് അല്ലെങ്കിൽ മറന്നുപോയ പാസ്വേഡ് നമ്മൾ തിരിച്ചെടുക്കാൻ കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഞാൻ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പിലൂടെയാണ് നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നമ്മൾ പാസ്വേഡുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ സാധിക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തന്നെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തിൻ്റെ ഒരു അക്കൗണ്ട് നമ്മൾ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കും. ഒന്നാമത്തെ പേസ്റ്റ് ചെയ്യാനുള്ള, രണ്ടാമത്തെ ഓട്ടോ ഫിൽ എന്ന് കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോ ഫിൽ എന്ന് മാത്രമായിരിക്കും കാണിക്കുക. ഈ ഓട്ടോ ഫിൽ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് കാണാൻ സാധിക്കും. പിക്ക് എ സേവ്ഡ് പാസ്വേഡ് എന്നുള്ള ഒരു മെസ്സേജ് കാണും. ഈ പിക്ക് എ സേവ്ഡ് പാസ്വേഡ് എന്ന് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കളിക്കുമ്പോൾ നോക്കുക, നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ അക്കൗണ്ടുകളും നേരത്തെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ക്യാഷ് കരോ ആപ്പ്, ഏകദേശം ഞാൻ ഉപയോഗിച്ചിട്ട് വർഷത്തോളമായി. അതുപോലെ ബാങ്കുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർഷങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഇല്ലാത്ത വെബ്സൈറ്റ് ആണെങ്കിലും ആപ്പുകളാണെങ്കിലും ഒക്കെ നമ്മൾ ഏതിലൊക്കെ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ ആ പാസ്വേഡുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഒരുപാട് മെസ്സേജ്, ഒരുപാട് ആപ്പുകളും വെബ്സൈറ്റുകളും എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മറന്നുപോയ പാസ്വേഡുകളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്ക് 4 അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഏതൊരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് പാസ്വേഡ് നമ്മൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് ചോദിക്കും. ആ ലോക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും. കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ യൂസർ ഐ ഡിയാണ് മുകളിൽ കാണുന്നത്. താഴെ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ പാസ്വേഡ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കണ്ണിൻ്റെ ഐക്കൺ കാണുന്നത്. ഈ കാണുന്ന കണ്ണ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ പാസ്വേഡ് കാണാൻ സാധിക്കുക. ഇനി ഈ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂസർ ഐ ഡി കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല ആളുകളും പാസ്വേഡ് ഓർമ്മയുണ്ടാകും, പക്ഷേ യൂസർ ഐ ഡി മറന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ യൂസർ ഐ ഡി മറന്ന ആളുകൾക്കും ഇവിടെ വന്നാൽ നിങ്ങളുടെ യൂസർ ഐ ഡി കണ്ടെത്താൻ സാധിക്കും, നിങ്ങളുടെ പാസ്വേഡ് കണ്ടെത്താൻ സാധിക്കും. ഓരോ അക്കൗണ്ടിൻ്റെയും യൂസറും പാസ്വേഡും ഇവിടെ കാണാൻ സാധിക്കും. പാസ്വേഡ് കാണുന്നുണ്ടെങ്കിൽ ഈ കണ്ണൈക്കലിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. അതുപോലെ തന്നെ യൂസർ ഐ ഡി മുകളിൽ കാണാൻ സാധിക്കും. ഇത് കോപ്പി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ എല്ലാ ആപ്പുകളും ഇതിനകത്ത് കാണിക്കും. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് കാണിച്ചിരുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഗൂഗിൾ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കാണിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ മെയിൽ ഐ ഡിയും കാണും. നിങ്ങൾ ഏതാണോ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ എല്ലാ സമയം ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഏതാണെങ്കിൽ ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു മെയിൽ ഐ ഡി ഉള്ള ആളുകൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, അതിനകത്ത് നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡി മാത്രം കാണിക്കുള്ളൂ. പുതിയൊരു മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പാസ്വേഡ് കിട്ടില്ല. സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ആണെങ്കിലാണ് ഇത് കിട്ടുക. കാരണം ഇത് മെയിൽ ഐ ഡിയുമായിട്ടാണ് ഇത് സേവ് ആയി കിടക്കുന്നത്. ഇതുപോലെ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരിക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പാസ്വേഡ് മാനേജർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും യു ഹാവ് 68 പാസ്വേഡ് എന്ന് കാണാം. എൻ്റേത് 68 പാസ്വേഡുകൾ, അക്കൗണ്ടിൻ്റെ പാസ്വേഡുകൾ ഇവിടെ സേവ്ഡ് ആണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ മെസ്സേജിക്കകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡുകളൊക്കെ നേരത്തെ കണ്ട അതേപോലെ എല്ലാ പാസ്വേഡുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് സെറ്റിങ്സ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ ലോക്ക് ചോദിക്കും. അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ യൂസർ ഐ ഡി കാണാം. താഴെ നമ്മുടെ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് കാണുന്നുണ്ടെങ്കിൽ ഈ കണ്ണൈക്കളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഇത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഇവിടെ നമുക്ക് ആഡ് നോട്ട് എന്നുള്ള ഭാഗത്ത് എന്തെങ്കിലും നോട്ടുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡോ അല്ലെങ്കിൽ യൂസർ ഐ ഡിയോ ഒക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള
സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ഫോണിനകത്ത് തന്നെ കിടക്കുന്ന പാസ്വേഡുകളാണ് ഇതെല്ലാം. നമ്മളറിയാത്തതോ അറിഞ്ഞതോ ആയിട്ടുള്ള ഒരുപാട് ആപ്പുകളുടെ പാസ്വേഡുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ പാസ്വേഡ് സേവ് ആകുന്നതെന്ന്. അത് കാണുന്നുണ്ടെങ്കിൽ ഇതേ സ്ഥലത്തിന് ഏറ്റവും അവസാന ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കാണാം സെറ്റിങ്സ്, ചെക്കപ്പ്, അക്കൗണ്ട് എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഈ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ സെറ്റിങ്സുകൾ ഇവിടെ കാണും. ഇവിടെ ഏറ്റവും മുകളിൽ കാണാം ഓഫർ ടു സേവ് പാസ്വേഡ് എന്നുള്ളൊരു സെറ്റിങ്സ്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിനകത്ത് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുന്നത്. ഓർക്കുക, പാസ്വേഡ് മാത്രമല്ല, അതിനകത്ത് നിങ്ങൾക്ക് യൂസർ ID മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.